നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1061st day. Today 10th sloka of Pradhamaskandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1061 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. യസ്മാന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാ ആസൻ സപത്ന വിജയോ ലൗകാശ്ച യദനുഗ്രഹാത്. ഓം തത്സത്. യസ്മാന സമ്പദോ രാജ്യം ധാരാ പ്രാണോകുലം പ്രഭോ ആസൻ സപത്ന വിജയോ ലോകാശ്ച യദനുഗ്രഹാത്. ഓം തത്സത്. ധർമ്മപുത്രർ തുടരുകയാണ്. ധർമ്മപുത്രർ തൻ്റെ പദം പിരിക്കേണ്ടത്. യസ്മാത് സമ്പദ. യസ്മാത് ന സമ്പദ. സമ്പദോ രാജ്യം ധാര പ്രാണ കുലം പ്രജ ആസൻ സപത്ന വിജയ ലോക ച യദനുഗ്രഹാത്. യദനുഗ്രഹാത് ഒരേ വാക്കായിട്ടാണ് ഉള്ളത്. യസ്മാത് ന, അതായത് യസ്മാത് യാതൊരുവനിൽ നിന്നും, ന നമ്മൾക്ക്, സമ്പത്തുകളും രാജ്യവും, ധാര എന്ന് പറഞ്ഞാൽ പത്നി ഭാര്യമാരും, പ്രാണങ്ങളും, കുലം വംശവും, പ്രജകളും, സപത്ന വിജയ ശത്രുജയവും, സപത്ന ശത്രുക്കളുടെ വിജയ, ആസൻ ഉണ്ടായോ, ലോകാച ലോകങ്ങളും, യദനുഗ്രഹാത് യാതൊരുവൻ്റെ അനുഗ്രഹത്തിൽ നിന്നാണോ ഉണ്ടായത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുകയാണ് ധർമ്മപുത്രർ. തൻ്റെ അനുജനോട് അർജുനൻ പോയിട്ട് കൃഷ്ണനെ കാണാൻ പോയിട്ട് വരാൻ കുറേ നാളായല്ലോ, വന്നിട്ട് കാണുന്നില്ലല്ലോ എന്നോർത്ത് ദുർനിമിത്തങ്ങളും ഒക്കെ കാണുമ്പോൾ വിഷമിക്കുകയും അപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകാൻ സമയമായി എന്ന് നാരദർ പറഞ്ഞിരുന്നു. എല്ലാം കൂട്ടിച്ചേർത്ത് ആകെ വിഷമിച്ചുകൊണ്ട് തൻ്റെ അനുജനായ ഭീമസേനോട് പറയുന്ന ഭാഗമാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ആരുടെ അനുഗ്രഹം കൊണ്ടാണോ നമുക്ക് രാജ്യം, ഭാര്യമാർ, പ്രാണൻ, കുലം, പ്രജകൾ, ഈ ശത്രുവിജയം, ലോകം എല്ലാം ലഭിച്ചത് എന്ന് പറയുകയാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന് ധർമ്മപുത്രർക്ക് എല്ലാവർക്കും തന്നെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വധാമത്തിലേക്ക് പോയിരിക്കുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ മനസ്സിലുള്ളതെല്ലാം മനോഗതം പോലെ ഭീമനോട് പറയുന്ന ഭാഗമാണിത്. എല്ലാവർക്കും ശ്ലോകം ഒരിക്കൽ കൂടി. യസ്മാന്ന സപതോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജ ആസൻ സപത്ന വിജയോ ലോകാശ്ച യദനുഗ്രഹാത്. ഓം തത്സത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ലോകങ്ങളും എല്ലാം ലഭിച്ചത് എന്ന് പറയുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. എല്ലാവരുടെയും നന്മയ്ക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം